നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ച ഒരു അടിസ്ഥാന നിയമമുണ്ടല്ലോ, ഫിസിക്സിലെ. ആ നിയമത്തിന് ഒരു പരിധിയുണ്ടെങ്കിലോ? അതായത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് തെറ്റാണെങ്കിലോ? അങ്ങനൊരു ചിന്തയിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. ഇതെന്തൊരു വിചിത്രമായ ചോദ്യമാണെന്ന് തോന്നുന്നുണ്ടാവും, അല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളൊരു വസ്തുവിനെ എത്ര വേഗത്തിൽ തള്ളുന്നുവോ അതിനനുസരിച്ച് അതിന്റെ മാസ്, അതായത് പിണ്ഡം, കൂടിക്കൂടി വരുന്നു. ഇത് വെറുമൊരു ഭാവനയല്ല, മറിച്ച് ആൽബർട്ട് ഐൻസ്റ്റൈന്റെ വിശിഷ്ട ആപേക്ഷികതാ സിദ്ധാന്തം തുറന്നു തരുന്ന അതിശയകരമായ ഒരു ലോകത്തേക്കുള്ള താക്കോലാണ് ഈ ചോദ്യം. അപ്പോ ഈ വിഷയത്തിലൂടെയുള്ള നമ്മുടെ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമത്തിൽ നിന്ന് തുടങ്ങി അത് നമ്മളെ എങ്ങനെയൊരു അവിശ്വസനീയമായ നിഗമനത്തിലേക്ക് എത്തിക്കുന്നുവെന്ന് പടിപടിയായി നമ്മൾ കാണും. അപ്പം നമ്മുടെ ആദ്യത്തെ വിഷയം, ഇത് ഭൗതികശാസ്ത്രത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായ നിയമങ്ങളിലൊന്നാണ്. പ്രപഞ്ചത്തിൽ ഒരു കാരണവശാലും ലംഘിക്കാൻ പാടില്ലാത്ത അത്രയും പ്രധാനപ്പെട്ട ഒന്നായാണ് ശാസ്ത്രജ്ഞർ ഇതിനെ കാണുന്നത്. ഈ നിയമം ഭൗതികശാസ്ത്രത്തിന്റെ ഒരു നെടുംതൂണാണെന്ന് പറയാം. അതായത് ഒരു കൂട്ടിയിടിക്ക് മുൻപുണ്ടായിരുന്ന മൊത്തം മൊമെന്റവും അതിനുശേഷമുണ്ടാകുന്ന മൊത്തം മൊമെന്റവും എപ്പോഴും തുല്യമായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ നിയമം തെറ്റാണെന്ന് സമ്മതിക്കുന്നതിലും എളുപ്പം മറ്റു പല അടിസ്ഥാന ആശയങ്ങളെയും മാറ്റിയെഴുതുന്നതാണെന്ന് ശാസ്ത്രജ്ഞർ കരുതി. അത്രയ്ക്ക് പ്രധാനപ്പെട്ടതാണത്. പക്ഷേ കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത് ഇവിടെയാണ്. പ്രകാശത്തിന്റെ വേഗതയോട് വളരെ അടുത്ത് സഞ്ചരിക്കുന്ന വസ്തുക്കളുടെ ലോകത്ത് ഈ ലംഘിക്കാനാവാത്ത നിയമം തെറ്റാണെന്ന് നമുക്ക് തോന്നിത്തുടങ്ങും. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഈ സ്ലൈഡില് രണ്ട് കാഴ്ചപ്പാടുകൾ കാണാം, അല്ലേ? ഒരേ സംഭവം തന്നെ. പഴയ ഭൗതികശാസ്ത്രം വെച്ച് നോക്കുമ്പോൾ കണക്കുകൾ ശരിയാവുന്നില്ല, ആക്കം സംരക്ഷിക്കപ്പെടുന്നില്ല, നിയമം തെറ്റി. പക്ഷെ ഐൻസ്റ്റൈൻ പറഞ്ഞു, നിയമം തെറ്റിയിട്ടൊന്നുമില്ല, നമ്മുടെ ഒരു ധാരണയാണ് തെറ്റ്. ആക്കം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മറ്റെന്തോ ഒന്ന് മാറണം. ആ മറ്റെന്തോ ആണ് കളിയുടെ ഗതി മാറ്റിയത്. അപ്പോ ഈ ആക്കത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ ഐൻസ്റ്റീൻ മുന്നോട്ട് വെച്ച ആ വിപ്ലവകരമായ ആശയം എന്തായിരുന്നു? ഇത് ശരിക്കും നമ്മുടെ ചിന്തകളെ മാറ്റിമറിക്കുന്ന ഒന്നാണ്. നമ്മളെല്ലാവരും പിണ്ഡം അഥവാ മാസിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഒരു വസ്തു എവിടെയായിരുന്നാലും എത്ര വേഗത്തിൽ പോയാലും അതിന്റെ മാസ് എപ്പോഴും ഒന്നായിരിക്കും എന്നായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. ഇതിനെയാണ് നമ്മൾ നിശ്ചല പിണ്ഡം അഥവാ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത്. ഇതാണ് ആ നിർണായകമായ കണ്ടെത്തൽ. ഒരു വസ്തുവിന്റെ പിണ്ഡം അതിന്റെ വേഗതയെ ആശ്രയിച്ചിരിക്കും. അതായത് വേഗത കൂടുമ്പോൾ പിണ്ഡവും കൂടും. ഈ ഒരൊറ്റ ആശയം അംഗീകരിച്ചാൽ മതി, ആക്കസംരക്ഷണ നിയമം വീണ്ടും ശരിയാകും. പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നില്ല, നമ്മുടെ ധാരണകളാണ് മാറേണ്ടിയിരുന്നത്. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. സംഗതി വളരെ വ്യക്തമാണ്. ഒരു വസ്തുവിന്റെ വേഗത പ്രകാശവേഗതയോട് അടുക്കുന്തോറും അതിന്റെ പിണ്ഡം ഭയങ്കരമായി കൂടുന്നു. പ്രകാശവേഗതയുടെ 90% വേഗതയിലെത്തുമ്പോഴേക്കും പിണ്ഡം 2 മടങ്ങിൽ കൂടുതലായി. പിന്നെ 99.9% എത്തുമ്പോഴോ 22 ഇരട്ടിയിലധികം. അപ്പോൾ പിന്നെ പ്രകാശവേഗതയിലെത്തിയാലുള്ള കാര്യം പറയണ്ടല്ലോ, പിണ്ഡം അനന്തമാകും, ഇൻഫിനിറ്റി. അപ്പോ പിണ്ഡം സ്ഥിരമല്ല എന്ന ആശയം നമ്മൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഇനി ഇതിനെ വിവരിക്കുന്ന പുതിയ സമവാക്യങ്ങൾ, അതായത് പുതിയ ഫോർമുലകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. ഇതാണ് ആപേക്ഷിക പിണ്ഡത്തിന്റെ സമവാക്യം. കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, ഇത് സിമ്പിളാണ്. ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, യു എന്ന വേഗത കൂടുമ്പോൾ ആ താഴെയുള്ള ഭാഗം, അതായത് ഡിനോമിനേറ്റർ, ചെറുതായി വരും. ഒരു സംഖ്യയെ ചെറിയൊരു സംഖ്യ കൊണ്ട് ഹരിച്ചാൽ ഉത്തരം വലുതാകുമല്ലോ, അതുപോലെ വേഗത കൂടുന്തോറും പിണ്ഡവും കൂടുന്നു. അങ്ങനെ ഈ പുതിയ പിണ്ഡത്തിന്റെ ആശയം ഉപയോഗിച്ച് ആക്കത്തിന്റെ സമവാക്യം മാറ്റിയെഴുതിയപ്പോൾ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈ പുതിയ ഫോർമുല ഉപയോഗിച്ചാലേ ഏത് വേഗതയിലും ആക്കം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഭൗതികശാസ്ത്രത്തിലെ ആ വലിയ വിരോധാഭാസം അതോടെ ഇല്ലാതായി. അപ്പോ ഇതെല്ലാം വെറും കണക്കുകളാണോ? കടലാസിൽ മാത്രമുള്ളൊരു കളി മാത്രമാണോ? ഒരിക്കലുമല്ല. ഈ അവിശ്വസനീയമായ സിദ്ധാന്തത്തിന് യഥാർത്ഥ ലോകത്ത് എന്ത് തെളിവുകളാണുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. പിണ്ഡം കൂടുംതോറും ഒരു വസ്തുവിനെ തള്ളി നീക്കാൻ കൂടുതൽ ഊർജം വേണം. പ്രകാശവേഗതയിൽ പിണ്ഡം അനന്തമാകുന്നതുകൊണ്ട് അതിനെ ആ വേഗതയിലേക്കെത്തിക്കാൻ അനന്തമായ ഊർജം വേണ്ടിവരും. അത് അസാധ്യമല്ലേ? അതുകൊണ്ടാണ് പിണ്ഡമുള്ള ഒന്നിനും പ്രകാശവേഗതയിൽ എത്താൻ കഴിയാത്തത്. ഇത് വെറുമൊരു തിയറിയല്ല, മറിച്ച് പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളിൽ ഓരോ ദിവസവും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. അവസാനം ഇതെല്ലാം പരസ്പരം എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കൂ. ഈ പ്രസിദ്ധമായ സമവാക്യം ഊർജം, ആക്കം, പിണ്ഡം ഇതെല്ലാം ഒരേ യാഥാർത്ഥ്യത്തിന്റെ പല മുഖങ്ങളാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നു. ആപേക്ഷികതാ സിദ്ധാന്തത്തിലെ ഏറ്റവും മനോഹരമായ സമവാക്യങ്ങളിലൊന്നാണിത്, അല്ലേ? അപ്പം നമ്മൾ കണ്ടത്, നാം സ്ഥിരമെന്ന് കരുതിയ പിണ്ഡമെന്ന ആശയം വേഗതയെ ആശ്രയിച്ചിരിക്കുന്നുവെന്നാണ്. ഇത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്.
നമ്മുടെ പ്രപഞ്ചത്തിൽ സ്ഥിരമാണെന്ന് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്ന മറ്റെന്തെല്ലാം കാര്യങ്ങൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നുണ്ടാകാം. ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കി വെച്ചുകൊണ്ട് ഇന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു.